ഈശോമിശിഹായ്ക്ക് ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ ദാനിയേലച്ചൻ്റെ ഇങ്ങനെ ടോക്കിനകത്ത് ഒരു പ്രാവശ്യം ഇങ്ങനെ കേട്ടായിരുന്നു. നമ്മൾ കൂടുന്ന വിശുദ്ധ കുർബാനകൾ ഇങ്ങനെ എഴുതി വെക്കണമെന്ന്. അപ്പോൾ 1000 വിശുദ്ധ കുർബാന ആകുമ്പോഴത്തേക്കും ഈശോനോടൊരു എന്താ പറയണ്ട ഒരു ഇൻറ്റൻഷൻ ചോദിക്കുക, അങ്ങനെ ഒരു രീതിയിലെ. അപ്പോൾ ആണെങ്കിൽ ഞാനിങ്ങനെ 1000 വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഇപ്പം നമ്മളിപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഇന്നത്തെ 1 ഇട്ടിട്ട് ഇന്നത്തെ ഡേറ്റ് ഇടുന്നു. ലൈക്ക് ഇപ്പം 2 നവംബർ 2 നവംബർ ഇടുന്നു, എൻ്റെ സൺഡേ ഇടുന്നു, അങ്ങനെ എഴുതി പോകണം. നെക്സ്റ്റ് ഡേ നമ്മൾ അടുത്ത കുർബാന ആകുമ്പോഴത്തേക്കും 2 നമ്പർ ഇട്ട് അങ്ങനെ 1000 വിശുദ്ധ കുർബാന. അപ്പോൾ ആണെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു തോട്ട് വന്നു. ഇനി നെക്സ്റ്റ് കാണുന്ന പെട്ടെന്ന് ഇങ്ങനെ ഒരു തോട്ട് വന്നു. നെക്സ്റ്റ് കാണുന്ന ഒരു 50 വിശുദ്ധ കുർബാനകൾ മരിച്ചവർക്ക് വേണ്ടി കാണാമെന്നിങ്ങനെ ആ ഒരു പ്രത്യേക ഇന്റൻഷനോടെ ഇനി കണ്ടിന്യൂസ് ഒരു 50 കുർബാന മരിച്ചവർക്ക് വേണ്ടിയിട്ട്. അത് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് വെച്ചാൽ, ഈശോയെ എൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ കഴിഞ്ഞ ഒരു 7 തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്താണെന്ന് എനിക്കറിയത്തില്ല, പെട്ടെന്ന് അങ്ങനെ ഒരു തോട്ട് വന്നു. അങ്ങനെ പ്രാർത്ഥിക്കാമെന്നും എന്താ പറയണ്ടേ, ഇപ്പോൾ കാണുന്ന എല്ലാ വിശുദ്ധ കുർബാനയിലും ഞാനിങ്ങനെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചുപോയ പൂർവികർ ആയിട്ടുള്ള കഴിഞ്ഞ 7 തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ പറഞ്ഞ് പ്രത്യേകം ഇന്റൻഷൻ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ മാസമാണെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു മാസമാണല്ലോ. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ബ്രദറിന്റെ ഒരു ടോക്കിൽ ഞാനിങ്ങനെ കേട്ടു. ആ ബ്രദർ കോട്ട് ചെയ്ത ഒരു സെയിന്റിന്റെ ഒരു എന്താ പറയണ്ട ആ ഒരു കോട്ട് ചെയ്ത് ഇങ്ങനെ പറഞ്ഞതാണ്. അതായത് നമ്മൾ പള്ളിയിൽ നിന്ന് നമ്മളിങ്ങനെ ഈശോനെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിലേക്ക് ഒരു ആത്മാവ് വന്നിട്ട് നമ്മളെ അടുത്ത് ഇങ്ങനെ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട്. അതായത് നമ്മൾ ഈശോനെ പ്രാർത്ഥിക്കുന്നു, ഒരാത്മാവ് വന്നിട്ട് നമ്മുടെ അടുത്ത് പറയുകയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവർക്ക് നമ്മുടെ ശുദ്ധീകരണത്തിലുള്ളവർക്ക് നമ്മുടെ എന്താ പറയുക പ്രെയർ അത്രയ്ക്കും ആവശ്യമാണ്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ നമ്മൾക്ക് ഒരു ആത്മാവിനൊരു 50 വിശുദ്ധ കുർബാനയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു 100 വിശുദ്ധ കുർബാനയാണ് വേണ്ടത്. നമ്മൾ ആകെ വിശുദ്ധ കുർബാന ചെല്ലുന്നത് അവരുടെ ഓർമ്മ ദിവസമായിരിക്കും അല്ലെ. അപ്പം ഒരു 100 years എടുക്കുമായിരിക്കും ഒരു 100 കുർബാന ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഗ്രാൻഡ് പാരൻസിനെയോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തൊട്ടടുത്ത് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണ്ടാവും. പക്ഷെ നെക്സ്റ്റ് ജനറേഷൻ വരുമ്പോഴത്തേക്കും അവരത് ഓർക്കണമെന്ന് പോലും ഇല്ലല്ലോ, നമ്മുടെ മരിച്ചുപോയ ആ ഒരു ഡേറ്റ് ഓർക്കണമെന്ന് പോലും ഇല്ല. അപ്പം എങ്ങനെ അവർക്ക് 100 വിശുദ്ധ കുർബാന കിട്ടും അല്ലെ. അപ്പൊ നമ്മൾക്ക് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് എല്ലാ എന്താ പറയണ്ടേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ഈശോയുടെ അടുത്തേക്ക് എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ നമ്മൾക്കാണുള്ളത്. അപ്പം നമ്മുടെ വിശുദ്ധ കുർബാനയിലും നമ്മുടെ എന്താ പറയണ്ടേ പ്രാർത്ഥനകളിലെല്ലാം നമുക്ക് അവരെ ഓർക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ അവർ സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തേക്കും അവർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ നമ്മളെ ഈശോനെ എത്തിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഇന്റൻഷൻ ആയിട്ട് മാറും. പ്രൈസ് ഗോഡ്. ആവേ മറിയ.